നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഒരു ചായ കിട്ടിയ കൊള്ളായിരുന്നു. ഞങ്ങൾ താഴെ പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വരാം. അവന്തിനടുത്താണല്ലോ വിളിക്കുന്നത്. വിവരം അറിയാൻ വിളിക്കുന്നതായിരിക്കും. എടുക്ക. ഹലോ. ആ സ്നേഹേ, ധനുഷിന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ധനുഷിന്റെ അടുത്തുണ്ട്. സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് കൊടുക്കോ? ആ, ഞാൻ കൊടുക്കാം. ദാ അവന്തി എടുത്തിയ സംസാരിക്കേ. നിങ്ങൾ സംസാരിക്കേ. ഞങ്ങൾ പോയി ചായ വാങ്ങിച്ചിട്ട് വരാം. വാ എടുത്തി. ഹലോ. നിനക്ക് സുഖാണോ? ഒരുപാട് തല്ല് കിട്ടിയെന്ന് കേട്ടു. വന്നവർ അവരുടെ പണി നന്നായിട്ട് ചെയ്തു. നിനക്ക് സന്തോഷമായി കാണുമല്ലോ. നിനക്കേ 2 അടിയുടെ കുറവുണ്ടായിരുന്നു. അതിപ്പോഴല്ല, കുറച്ചു മുൻപായിരുന്നു. ആ, നീ ഇപ്പോ അർച്ചനയുടെ വാലാട്ടിപ്പട്ടിയായി മാറിക്കഴിഞ്ഞു. പട്ടിയെപ്പോലെ സ്നേഹമുള്ളതും വിശ്വസിക്കാൻ കൊള്ളാവുന്നതുമായ ഒരു ജന്തു ഈ ലോകത്ത് വേറെയില്ല. ആ വിശ്വാസം ഞാൻ കാത്തിട്ടുണ്ട്. തല്ല് കിട്ടിയെങ്കിലും ആ പണം നഷ്ടപ്പെടുത്താതെ ഞാൻ തിരിച്ചേൽപ്പിച്ചു. അപ്പോ നീ അവളുടെ വിശ്വസ്തനായി മാറിക്കഴിഞ്ഞു. നെല്ലിശ്ശേരിയിലെ ആളുകളുടെ വിശ്വാസമാണ് എനിക്കിപ്പോ മറ്റെന്തിനേക്കാളും വലുത്. പ്രത്യേകിച്ച് അർച്ചനയുടെ. ആ പണം അർച്ചന എന്റെ കയ്യിൽ തന്നപ്പോഴേ എനിക്കറിയാം അതെന്നെ പരീക്ഷിക്കാനാണെന്ന്. അതിനിടയിൽ നീ കയറിയങ്ങ് കളിച്ചു. അതെനിക്ക് മനസ്സിലായില്ലെന്ന് നീ വിചാരിക്കണ്ട. അല്ല, ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? ഞാൻ വെറും പൊട്ടനാണെന്നാണോ നീ വിചാരിക്കുന്നത്? എന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായി അർച്ചനയോ മറ്റുള്ളവരോ കാണരുത്. എനിക്ക് ആ പണം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയരുത്. അങ്ങനെ വന്നാ അവരെന്നെ അവിശ്വസിക്കും. നിനക്ക് വേണ്ടത് അതായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ഇതെന്റെ ജീവൻ മരണ പോരാട്ടമായിപ്പോയി. എനിക്ക് ജയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇക്കാര്യത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇതിൽ കയറി കളിച്ചത് നീയാണെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ നെല്ലിശ്ശേരി വീടിനോട് കടപ്പെട്ടിരിക്കുക. നെല്ലിശ്ശേരിയിലെ മരുമകൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഓ, നീയപ്പോ നെല്ലിശ്ശേരിയിലെ മരുമകന്റെ വേഷം കെട്ടി ആടാൻ തുടങ്ങി. വേഷം കെട്ടിക്കഴിഞ്ഞാ പിന്നെ ആടണം. അല്ലെങ്കിൽ ആ വേഷം കെട്ടരുത്. നീ എന്നെ കൊണ്ട് വേഷം കെട്ടിക്കരുത്. തൽക്കാലം തല്ലുകൊണ്ടതിന്റെ നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ശരി. നെല്ലിശ്ശേരിയിലെ മരുമകനാണ് പോലും ആ അർച്ചനയുടെ വാലാട്ടിപ്പട്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.